യുഎയിലെ ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശിനി വിപഞ്ചിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടിരുന്നു എന്നതിന്റെ തെളിവുകൾ 24-ന് ലഭിച്ചു. സ്വർണത്തിന് പുറമെ 2.5 ലക്ഷം രൂപ വിപഞ്ചികയുടെ കുടുംബം പണമായി നൽകിയിരുന്നു. നിർണായക വാട്സാപ്പ് സന്ദേശം 24-ന് ലഭിച്ചു. കാര്യമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഉണ്ടായിരുന്നു. അതോടെ വീട്ടുകാരുടെ ഇത് തീർന്നു. സ്വർണവും അതും കൂടെ തന്നത്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നല്ലോ, അതിന് 1.25 ലക്ഷം രൂപ അടയ്ക്കണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അത് അടച്ചിട്ട്, കാരണം എനിക്ക് ജോലിയില്ല, അപ്പം പിന്നെ എനിക്കുള്ള മുതലിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. എനിക്ക് അവൻ്റെ നിന്നോ അവൻ്റെ അച്ഛനെ സമ്പാദിച്ചത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതിൽ നിന്ന് 1.25 അടച്ചിട്ട് ബാക്കി പൈസ നമുക്ക് ഫിക്സഡ് ഇടാം എന്നോ പറഞ്ഞതേ ഉള്ളൂ. അതിന് ഞാൻ എപ്പോഴും പറയില്ല, ഞങ്ങളമ്മ ചെറിയ വഴക്കുള്ളത് വലിച്ച് നീട്ടി വലുതാക്കാമെന്ന് ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ ഇവിടെ കിടന്ന് വലിയ പുകിലൊക്കെ ഉണ്ടാക്കി ലോകത്തുള്ള എല്ലാവരെയും അറിയിച്ച് എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞ് എനിക്ക് സ്ത്രീധനമൊന്നും വേണ്ട, ഞാനതെല്ലാം തിരിച്ചു കൊണ്ടുവെക്കും. SNDP ഞങ്ങൾ ശാഖ വഴിയല്ലേ ഇതെല്ലാം പോണത്, ശാഖ വഴി പേപ്പറെല്ലാം ക്ലിയറാക്കി തരാം എന്നുവെച്ചാൽ ഞാനിവിടെ നിന്നിട്ട് എൻ്റെ മുതലെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ അന്തസ്സില്ലാതെ നിൽക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് ആകെ സീനായത്. ഞങ്ങളുടെ ഇടയ്ക്ക് മാത്രം നിൽക്കേണ്ട കാര്യം ഇവൻ തന്നെ ലോകത്തുള്ള എല്ലാവരെയും അറിയിക്കും. എന്നിട്ട് ഇവൻ കിടക്കുന്ന സോഫയിൽ ഞാൻ ബെഡിൽ, പുള്ളിയുടെ അച്ഛൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. വിപഞ്ചികയുടെ മരണത്തിൽ അമ്മ ശൈലജ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ ഒരുങ്ങുകയാണ്. കുണ്ടറ പോലീസ് ഇന്ന് തന്നെ ശൈലജയുടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് വിവരം. ഞങ്ങളുടെ പ്രതിനിധികൾ മേഘ്ന മുരളി, ഒപ്പം തന്നെ സുജിത് സുരേന്ദ്രൻ എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം മേഘ്ന മുരളിയിലേക്കാണ്. മേഘ്ന, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവർ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബന്ധം വേർപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ ഈ വിപഞ്ചിക ആലോചിച്ചിരുന്നു എന്നതൊക്കെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഷാർജയിൽ വെച്ച് മരണപ്പെട്ട അമ്മയും മകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്നതാണ്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ 24-ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് 2022 മുതൽ തന്നെ വിപഞ്ചിക ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് രണ്ട് വീട്ടുകാരോട്, അത് ഈ ഭർത്താവിൻ്റെയും വിപഞ്ചികയുടെയും വീട്ടുകാരുടെ അടക്കം കാര്യങ്ങൾ സംസാരിച്ചു എന്നടക്കം വ്യക്തമാകുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വിവാഹ സമയത്ത് ഈ സ്ത്രീധനവും അതുപോലെ തന്നെ 2 ലക്ഷം രൂപയും വിപഞ്ചികയുടെ വീട്ടുകാർ നൽകിയിരുന്നു. അതിൽ നിന്ന് തൻ്റെ സ്വന്തം വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഭർത്താവുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പണം എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഭർത്താവ് അറിയിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ 2022 മുതൽ തന്നെ താൻ ഭർത്താവിൽ നിന്ന് ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പീഡനങ്ങൾ നേരിടുന്നു, ആ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വീട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വിപഞ്ചിക പ്രധാനമായും ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ താനും ഭർത്താവും തമ്മിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. താൻ കട്ടിലും ഭർത്താവ് സോഫയിലുമാണ് കിടക്കാറ്. അതുപോലെ തന്നെ ഇതിൽ ഈ വീട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതും അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുമൊക്കെയായി പങ്കുവെക്കുന്നതിലും വിപഞ്ചികക്ക് വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് വീട്ടുകാരോടും സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചിരുന്നതിൻ്റെ കാര്യങ്ങൾ കൂടി ശബ്ദരേഖയിൽ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നത് ഇത് ഇന്നലെയും അല്ലെങ്കിൽ ഒരു പൊടുന്നനെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല വിപഞ്ചിക, മറിച്ച് ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ 2022 മുതൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടും അതിൽ സ്ത്രീധനവുമായി തൻ്റെ വീട്ടുകാർ നൽകിയിരിക്കുന്ന പണം, ആ പണം വിദ്യാഭ്യാസ ചെലവിനടക്കം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടടക്കം പ്രശ്നങ്ങൾ കുടുംബത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ കൂടുതൽ അന്വേഷണം അത് നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ദൃശ്യങ്ങളും ഓഡിയോ സന്ദേശങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ക്രൂര സ്ത്രീധന പീഡനത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ്.